പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം PT എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഗൗരവവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയെ നിലനിർത്തുമെന്നും ഭയാശങ്കകൂടാതെയും മമതയോ വിവേകമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അപരിശുദ്ധമായ ഒരു സ്വീകരണമാണ് നിങ്ങൾ എനിക്ക് തന്നത്. അത് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, എല്ലാ മെമ്പർമാരുടെയും ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ പഞ്ചായത്ത് നന്നായി കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. ഈ അനിക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മളെ സഹായിച്ച ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ ഗ്രാമത്തിലെ വീടുകളിലൊക്കെ ഒതുങ്ങി നിൽക്കുകയാണ്. അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് വോട്ട് ചെയ്ത എല്ലാവരെയും നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ UDFന്റെ നല്ല മേലോട്ടമുള്ള ഒരു പഞ്ചായത്താണ് ആനിക്കാട്. മലപ്പള്ളി ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു പഞ്ചായത്താണ് എന്ന് KP സാർ സൂചിപ്പിക്കുകയുണ്ടായി. 3% വോട്ട് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് കൂടുതൽ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് ഇവിടെ UDF ഉണ്ട്. ആ UDFകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് അത് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 20 നമ്പർ ബൂത്തിൽ 398 വോട്ട് ഭൂരിപക്ഷം കിട്ടി നമ്മൾ 1ാം സ്ഥാനത്തെത്തിയിരുന്നു തിരുവല്ല നിയോജക മണ്ഡലത്തിൽ. അത്ര കണ്ട് UDFന്റെ പിന്തുണ ആനിക്കാട്ടിലുണ്ട്. ആ വാർഡിൽ തന്നെ ഞാൻ മത്സരിച്ചത്. അപ്പം നമുക്ക് നിശ്ചയമായിട്ട് പറയാം, ജനങ്ങൾ നമ്മളോടുകൂടിയുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്നതിന് പോലീസ് ഉണ്ടാകാൻ പാടില്ല. പഞ്ചായത്ത് കമ്മിറ്റി നടത്തേണ്ട പോലീസിന്റെ സഹായത്തോടെയില്ല. പഞ്ചായത്ത് മെമ്പർമാർ തമ്മിൽ പോലീസ് കേസ് ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളോടെ നമുക്ക് പറഞ്ഞു തീർക്കണം. പോലീസുകാരുടെ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ തരത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ആവശ്യത്തിന് പോയപ്പോൾ എന്നോട് അവിടുത്തെ SI പറഞ്ഞു, സാറേ 8 കേസുകളുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ നിരവധി തവണ പഞ്ചായത്തിൽ വരേണ്ടി വന്നു പഞ്ചായത്ത് കമ്മിറ്റി നടത്താനായിട്ട്. സാർ ഈ പ്രാവശ്യമെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി പോലീസിന്റെ സാന്നിധ്യമില്ലാതെ നടത്താൻ ഒരു ക്രമീകരണം ഉണ്ടാകുമോ? സാറാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയാൻ കേട്ടു. ഞാൻ പറഞ്ഞു, ഞാനും ഒന്ന് കേട്ടതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ആകുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാകാം. ഞങ്ങൾ ഒത്തൊരുമിച്ച് പോകും, പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. എല്ലാവരും ഏക സഹോദര ഭാവങ്ങളോടെ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പരസ്പരം വിശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് വിശ്വസിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊതിയെന്നോടെയും പറയുന്ന പരിപാടിക്ക് നമുക്ക് അവസാനിപ്പിക്കണം. നല്ല നിലയിൽ കൊണ്ടുപോകണം. പഞ്ചായത്ത് ജീവനക്കാരെ നമ്മൾ വിശ്വാസം എടുക്കണം. അവരെ കൂടെ നിർത്തിക്കൊണ്ട് ചേർത്ത് നിർത്തണം. നല്ല പദ്ധതികൾ ആവിഷ്കരിക്കണം. റോഡുകളായാലും മറ്റൊക്കെ ചെയ്യുന്നത് നിലവാരമുള്ളതായിരിക്കണം. ഞാൻ 1-2 റോഡുകൾ ചെയ്തിരിക്കുന്നത് കണ്ടു. ഇനി ഒട്ടും പിടിച്ചില്ല. എൻ്റെ വാർഡിൽ തന്നെ ഒന്ന് ചെയ്തത്. എന്നെ വിളിച്ചായിരുന്നു കാണാനായിട്ട്. ഞാൻ പോയില്ല. പക്ഷെ എനിക്ക് തൃപ്തികരമായില്ല. ഞാനൊരു വഴക്കൊന്നും പിടിക്കാൻ പോകുന്നില്ല. പക്ഷെ തൃപ്തികരമായില്ല. മുൻകാലഘട്ടങ്ങളിൽ റോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പോയി നോക്കുമായിരുന്നു. റോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പോകുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ റോഡ് അവിടെ ആവശ്യമുണ്ടോ എനിക്കൂടെ ബോധ്യപ്പെടണം. ചുമ്മാ തോടുകൾ നടപ്പാതകളൊക്കെ ചെയ്ത് പഞ്ചായത്തിൽ പണം നശിപ്പിക്കുന്നത് എനിക്ക് യോജിപ്പില്ല. അത് ആവശ്യമാണെങ്കിൽ അവിടെ കുറേ കുടിയെടുപ്പാറുണ്ട്, പാവങ്ങളുണ്ട്. ഒരു റോഡ് ആവശ്യമാണെങ്കിൽ ചെയ്ത് കൊടുക്കണം. വെറുതെ ഒരാൾക്ക് വേണ്ടിയിട്ട് 2 പേർക്ക് വേണ്ടിയിട്ട് 8-10 ലക്ഷം രൂപ ചെലവഴിച്ച ഒരു സാഹചര്യം ആനിക്കാട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പാടില്ല. അങ്ങനെ പാടില്ല. 2 പേരും മനുഷ്യരാണ് എങ്കിൽ പോലും അത്രയും പണം അതിന് ചെലവഴിക്കാൻ പാടില്ല. ആ പണം നമുക്ക് ഗുണകരമായി ഉപയോഗിക്കണം. ഇവിടെ ഞാൻ എൻ്റെ ശ്രദ്ധപ്പെട്ട വേറെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. പട്ടികാധിക്കാർ, പാവപ്പെട്ടവരായ പട്ടികാധിക്കാർ അവരുടെയൊക്കെ ഫണ്ട് എടുത്ത് ഇവിടെ മാറ്റി ചെലവഴിച്ച രീതി കണ്ടിട്ടുണ്ട്. അത് പട്ടികാധിക്കാർക്ക് വേണ്ടി മാറ്റിയിരിക്കുന്ന പണം പട്ടികാധികാരായിട്ട് ഉപയോഗിക്കണം. അത് നമ്മൾ അവരെ കണ്ടെത്തണം. ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം. അവരുടെ നിലവാരം മെച്ചപ്പെടുത്തണം. ഗ്രാമപഞ്ചായത്തോട് എന്താ ഉദ്ദേശിക്കുന്നത്? പണക്കാർക്ക് ഗ്രാമപഞ്ചായത്തുകൾ വലിയ ആവശ്യമില്ല. ഒരു കുടിവെള്ള, റോഡും ഇലക്ട്രിസിറ്റി, വൈദ്യുതിയൊക്കെ മതി. എന്നാൽ പാവപ്പെട്ടവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് എളുപ്പമായിട്ട് സാധിക്കുന്നെങ്കിൽ അവരുടെ പണം അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കണം. ഇവിടെ ബഹുമാനി ചെലവഴിച്ചാണ് ഞാൻ സെക്രട്ടറിയോട് സംസാരിച്ചു. ഇനിമേലിൽ നടപ്പില്ലാന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട പണം അവർക്ക് വേണ്ടി ഉപയോഗിക്കണം. അതുപോലെ തന്നെ അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല. അവരുടെ പണത്തിൽ കയറ്റി വരാൻ പാടില്ല. അത് ഞാൻ പിന്നീട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അത്
നമ്മൾ എപ്പോഴും പാവപ്പെട്ടവരുടെ കൂടെ ആയിരിക്കണം. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ മനസ്സ് എപ്പോഴും പാവപ്പെട്ടവരെ വരുന്നതിന് വേണ്ടി ആയിരിക്കണം. ആ ഭാഗത്തേക്ക് ചിന്തിക്കണം. അങ്ങനെ മനസ്സോടുകൂടി മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പണക്കാരെ ഒഴിവാക്കുന്നതല്ല, പണക്കാർക്ക് അവരുടെ ആവശ്യത്തിന് നിർവഹിച്ചു കൊടുക്കണം. അവർക്ക് പശുവിനെ ആവശ്യമില്ല, അവർക്ക് പച്ചക്കറി ആവശ്യമില്ല, അവർക്ക് കോഴി ആവശ്യമില്ല, ഇങ്ങനെയുള്ള ബോധന ആവശ്യമില്ല. ഈ ആവശ്യങ്ങളൊക്കെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ആവശ്യം. അവരുടെ ആവശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം.